അതെ, ഞാൻ അവന്മാരുടെ അടുത്ത് ഒരുപാട് പറഞ്ഞു നോക്കി. ഇനി അവന്മാരെന്റെ പടം പ്രൊമോട്ട് ചെയ്യലെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒന്നൊന്ന് കൺവിൻസ് ചെയ്താൽ നമുക്ക് എങ്ങനെയും കാര്യങ്ങൾ നടത്തിയെടുക്കാം. പിന്നെ ഒരു കാര്യം, ആ ഋഷി എടുത്ത് വന്ന ഉടനെ പാടല്ലെന്ന് പറഞ്ഞേക്കണേ, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പാടുപെടും. ഓക്കെ എന്നാ. ഓക്കെ ഓക്കെ. ഡാടാ, അമീനെ വിളിച്ചിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളോട് ചെല്ലുന്നു, കാല് പിടിച്ചിട്ടായാലും അവന്മാരെ കൊണ്ട് നമ്മളെ പടം പ്രമോഷൻ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ. ആരുടെ കാല് പിടിക്കാൻ? എനിക്കെങ്ങാനും പറ്റൂല ആരുടെ കാല് പിടിക്കാൻ. മോനെ കണ്ണടൊന്നു വരി. എന്താണ് ഈ മോൻ കണ്ടിട്ട് ആര് സിനിമക്ക് വരാനാണ്? നിർവികാര ജീവി. ഫൈസേ, എന്നാ ഞാൻ അവിടെ പോയി പാടാം. അത് അമ്മ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനറിയാ നീ പാടരുത്. അല്ലെങ്കിൽ ഞാൻ എന്റെ അക്കൗണ്ട് ചെയ്താൽ പോരെ? അതാകുമ്പോ കുറച്ച് ദിവസം തന്നത് പ്രൊമോഷന്. അത് നമ്മൾ കുറച്ച് പേരല്ലേ കാണുള്ളൂ. നീ അതിലെ ഔട്ടാടാ. എടാ, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചാ പോരെ? അറിയാലോ, സാഫ് ബോയാണ്. അറിയാം, സാഫ് ബോയ് ആണ്. പക്ഷെ അവന് പടമുണ്ട്, നിനക്ക് പടമില്ല. നെപ്പോട്ടി സർക്കല്ലേ തുറന്നു. ഹായ്, റീൽസ് ചെയ്യണ ചേച്ചി. റീൽസ് ചെയ്യണ ക്യൂട്ടി. ഫൈൻ ചിക്ക്. വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണട ഒരു നായ് പോലെ തന്നെ. നമസ്തേ. ഓ, ഈ മാസം 27 നമ്മളെ അഭിനയിച്ചൊരു പടം റിലീസ് ആവുന്നുണ്ടേ, ഡെർബി. അതൊന്ന് പറ്റുമെങ്കിൽ പ്രൊമോഷൻ ചെയ്ത് തരണം. അതൊന്ന് പറ്റിങ്ങി പ്രമോഷൻ ചെയ്ത് തരണേ. പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഇതാരേത്? ഞാൻ മമ്മൂക്കട മമ്മൂക്കാടെ അല്ല, ചെറുപ്പമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അയ്യേ, അതിപ്പോ എന്തിനോട് പറഞ്ഞു? വേറെന്ത് പറയാനാ? തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഈ റാപ്പൊക്കെ പാടുന്നേ. ഡബ്സി അല്ല, വേടൻ, വേറെ. തിരുമാലി, അടുത്ത ശരിയാക്കണേ. ഫെജോ. ഞാനിവിടെ സിനിമയിൽ അഭിനയിച്ചാണ്. എടാ നീ ഞാൻ തന്നെ റീൽസ് സിനിമ അറിയല്ലോ. അല്ലല്ല, നീ അല്ലേ രാത്രി എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നത്? അയ്യോ, ഞാൻ അല്ലാതെ അക്കൗണ്ട് പറഞ്ഞു വിട. ബ്രോ ഇപ്പൊ കണ്ടൊന്നും ചെയ്യാറില്ലേ? ഇല്ല, ഇപ്പൊ കുറവാ. സിനിമയിലൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഏത് സിനിമ ഫോക്കസ് ചെയ്യുന്നത്?